നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മിഥുനക്കൂറിൽ ജനിച്ച മകയിരം നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് 1/6/2026 മുതൽ വ്യാഴം ഇഷ്ടഭാവമായ 2ാം ഭാവത്തിലേക്ക് മാറിയെങ്കിലും അവർക്ക് ഇതുവരെ വ്യാഴത്തെ കൊണ്ട് കാര്യമായ ഗുണഫലങ്ങൾ കിട്ടിക്കാണില്ല. അതിനുള്ള പ്രധാന കാരണം ഇവരുടെ കൂറായ മിഥുനക്കൂറിൻ്റെ 12ാം ഭാവത്തിൽ, അതായത് ഇടവൻ രാശിയിൽ ഒന്നിനു പിറകെ ഒന്നായി സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം അതിൻ്റെ ഇഷ്ടഭാവമായ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വേദസ്ഥാനമായ ഇടവം രാശിയിൽ, അതായത് 12ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ആരും തന്നെ നിൽക്കാൻ പാടില്ല. ഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ വ്യാഴത്തിൻ്റെ ഇഷ്ടഫലങ്ങൾ വേധിക്കപ്പെട്ടു പോകുന്നു, അതായത് തടസ്സപ്പെട്ടു പോകുന്നു. അതിനാൽ വേദം മാറുന്നതുവരെ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടുകയില്ല. ഇതുമാത്രമല്ല, 15/7/2026 മുതൽ 10/8/2026 വരെ വ്യാഴത്തിന് മൗഢ്യമാണ്. മൗഢ്യത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ല ഫലങ്ങളൊന്നും തന്നെ നൽകുകയില്ല. അതിനാൽ വ്യാഴം മൗഢ്യത്തിൽ നിൽക്കുന്ന മുകളിൽ പറഞ്ഞ സമയങ്ങളിൽ വ്യാഴത്തെ കൊണ്ടുള്ള നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല. അതിനോടൊപ്പം 31/10/2026 വ്യാഴം അതിചാരത്തിൽ ചിങ്ങം രാശിയിലേക്ക് മാറുന്നുണ്ട്. ചിങ്ങം രാശി മിഥുനക്കൂറുകാരുടെ 3ാം രാശി അഥവാ 3ാം ഭാവമായതിനാൽ ഇവർക്ക് വ്യാഴം ചിങ്ങൻ രാശിയിൽ തുടരുന്നിടത്തോളം കാലം അനിഷ്ടഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വ്യാഴം വക്രഗതിയിൽ 24/1/2027 രാത്രി 2:04 കർക്കടകൻ രാശിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിനാൽ മിഥുനക്കൂറുകാർക്ക് വ്യാഴം 31/10/2026 മുതൽ 24/1/2027 വരെ അനിഷ്ടഭാവമായ 3ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് മിഥുനക്കൂറുകാർക്ക് ഇതുവരെ വ്യാഴത്തെ കൊണ്ട് ഗുണഫലങ്ങൾ ഒന്നും തന്നെ കിട്ടാതെ പോയത്. എന്നാൽ 11/8/2026 മുതൽ 30/10/2026 വരെയും അതിനുശേഷം 25/1/2027 മുതൽ 6/5/2027 വരെയും ഇവർക്ക് വ്യാഴത്തെ കൊണ്ട് ഏറ്റവും നല്ല ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരും. കാരണം മേൽപ്പറഞ്ഞ സമയം വ്യാഴത്തിന് വേദം, മൗഢ്യം, ദുസ്ഥാനസ്ഥിതി എന്നിവയൊന്നുമില്ലാതെ ഇഷ്ടഭാവമായ 2ാം ഭാവത്തിൽ ഉച്ചത്തിലായി സഞ്ചരിക്കുന്ന സമയമാണ്. ഗ്രഹങ്ങൾ ഉച്ച സ്വക്ഷേത്രാദി ബലങ്ങളോടുകൂടി ഇഷ്ടഭാവങ്ങളിൽ നിന്നാലും അവയ്ക്ക് വേദം, മൗഢ്യം, ദുസ്ഥാനസ്ഥിതി എന്നിവ വന്നുപെട്ടാൽ അവരെക്കൊണ്ട് ഇഷ്ടഫലങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും ഗ്രഹചാര ഫലങ്ങൾ പറയുമ്പോൾ ഇഷ്ടഫലങ്ങളും കഷ്ടഫലങ്ങളും അനുഭവത്തിൽ വരാതെ പോകുന്നത്. മറ്റൊരു കാരണം ആ സമയത്തെ ഇഷ്ടാനിഷ്ട ദശാപഹാര സമയമാണ്. ഗ്രഹചാരഫലവും ആ സമയത്തെ ദശാപഹാര സമയവും രണ്ടും കൂടി നല്ലതായി വന്നെങ്കിൽ മാത്രമേ ഇഷ്ടഫലങ്ങൾ അതേപോലെ തന്നെ അനുഭവത്തിൽ വരികയുള്ളൂ. ഒന്ന് നല്ലതും മറ്റേത് മോശവുമാണെങ്കിൽ ഗുണദോഷഫലങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടാതെ കടന്നുപോകും. ദശാപഹാര സമയവും ഗ്രഹചാരഫലങ്ങളും രണ്ടും കൂടി മോശമാണെങ്കിലേ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയുള്ളൂ. അപ്പോൾ 11/8/2026 മുതൽ 30/10/2026 വരെയും അതിനുശേഷം 25/1/2027 മുതൽ
6/5/2027 വരെയും മിഥുനക്കൂറിൽ ജനിച്ച മകയിരം നക്ഷത്രത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ 1-2-3 പാദങ്ങൾ എന്നിവർക്ക് വ്യാഴത്തെക്കൊണ്ട് ഉത്കൃഷ്ട ഫലങ്ങൾ അനുഭവത്തിൽ വരും. ഇവർക്ക് മേൽപ്പറഞ്ഞ സമയം പല പ്രകാരത്തിലുള്ള ധനലാഭവും ധാന്യലാഭവും വന്നു ചേരും. സ്വന്തം പ്രവൃത്തിയിൽ കൂടിയും വിവാഹിതരാണെങ്കിൽ കളത്രം വഴിയും ധനലാഭം സിദ്ധിക്കും. ഈ സമയം സർക്കാർ ജോലിയോ അഥവാ മറ്റ് നല്ല ഏതെങ്കിലും ജോലിയോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഈ സമയം വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കുക വഴി കൂടുതൽ സമ്പത്ത് ആർജിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. തങ്ങളുടെ മേലധികാരികളിൽ നിന്നുള്ള പ്രശംസ പിടിച്ചുപറ്റുവാനും സൽകീർത്തിക്കും സാധ്യതയുണ്ട്. വിവാഹിതരാണെങ്കിൽ ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളോ അഥവാ അവരിൽ നിന്നുമുള്ള വസ്തുവകളോ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം തനിക്ക് തന്നെയോ അഥവാ കളത്രത്തിനോ ജോലിയിൽ പ്രൊമോഷൻ കിട്ടി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വിവാഹിതരാണെങ്കിൽ കളത്രവുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും നടത്തുവാനുള്ള യോഗമുണ്ട്. ഭാര്യ അഥവാ ഭർത്താവിനും തനിക്ക് തന്നെയും ശാരീരിക സുഖവർദ്ധനവിനും മനസ്സന്തോഷത്തിനും സാധ്യതയുണ്ട്. അവിവാഹിതരാണെങ്കിൽ ഈ സമയം നല്ല വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനോ അഥവാ വിവാഹം നടക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നതിനും അതുവഴി മികച്ച വിജയസാധ്യതയ്ക്കും യോഗമുണ്ട്. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. നല്ല വാക്ശുദ്ധിയും ജനങ്ങളുമായി രമ്യതയിൽ വർത്തിക്കുകയും ചെയ്യും. കുടുംബത്തിലുള്ളവരിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഗുരുജനങ്ങളുടെ ആശീർവാദം ലഭിക്കുന്നതിനും ഈശ്വരാനുഗ്രഹത്തിനും സാധ്യതയുണ്ട്. ഏതെങ്കിലും നേതൃപദവിയോ അധികാര സ്ഥാനങ്ങളോ ലഭിക്കുവാനും ശത്രുദോഷം അകലുന്നതിനും സാധ്യതയുണ്ട്. ശാരീരിക സുഖവർദ്ധനവും ഉണ്ടാകാം. സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകും. വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതിനും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനും സാധിക്കും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പുത്തൻ ഉണർവുണ്ടാകുന്നതിനും അവ വിപുലീകരിക്കുകയോ അഥവാ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. കൃഷിജോലികളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധാന്യവർദ്ധനവിനും അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾക്കും യോഗമുണ്ട്. ഫാമുകളും ക്ഷീര വ്യവസായങ്ങളും മറ്റും നടത്തുന്നവർക്കും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. മേൽപ്പറഞ്ഞവയ്ക്ക് എല്ലാം ഉപരിയായി മിഥുനക്കൂറുകാർക്ക് ആശ്വാസം നൽകാൻ പോകുന്നത് കണ്ടകശനി ദോഷത്തിൽ നിന്നുമുള്ള മുക്തി മൂലമാണ്. ഇവർക്ക് ഇപ്പോൾ കർമ്മഭാവത്തിലെ കണ്ടകശനി സമയമായതിനാൽ തൊഴിൽ രംഗങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകാവുന്ന സമയമാണ്. മേലധികാരികളുടെ അപ്രീതിക്കും ജോലി നഷ്ടപ്പെടുന്നതിനും ജോലി സംബന്ധമായുള്ള യാത്രാക്ലേശങ്ങൾക്കും അതുവഴിയുള്ള ധനനഷ്ടത്തിനും ദുഷ്കീർത്തിക്കും മാനസിക സംഘർഷങ്ങൾക്കും സുഖഹാനിക്കും സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർമ്മഭാവത്തിലെ കണ്ടകശനി തൊഴിൽ സംബന്ധമായി പല പ്രതിസന്ധികളും സൃഷ്ടിക്കും. എന്നാൽ വ്യാഴത്തിൻ്റെ കർക്കടകൻ രാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം കണ്ടകശനിയുടെ ദോഷഫലങ്ങൾ കുറയും. കാരണം കർക്കടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴം അതിൻ്റെ 9-ാം ഇടത്തെ വിശേഷാൽ പൂർണ്ണ ദൃഷ്ടി കൊണ്ട് ശനിയെ വീക്ഷിക്കുന്നതിനാൽ ശനിയുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയും.
പാപഗ്രഹത്തിനു മുകളിൽ ശുഭഗ്രഹത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി പതിഞ്ഞാൽ പാപഗ്രഹങ്ങളുടെ പാപ ഫലദാനശേഷി കുറയും. ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രമായ മീനം രാശിയിലും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അതിൻ്റെ സ്വക്ഷേത്രമായ മീനത്തിലേക്കുമാണ്. അതിനാൽ മിഥുനക്കൂറുകാരുടെ കണ്ടകശനി ദോഷങ്ങൾ കുറയുകയും ജോലിയിലും മറ്റുമുള്ള പ്രതിസന്ധികൾ നീങ്ങുകയും കർമ്മരംഗം കൂടുതൽ പുഷ്ടിപ്പെടുകയും ചെയ്യും. ഇക്കാരണങ്ങളാൽ മിഥുനക്കൂറുകാർക്ക് ഇരട്ടി മധുരമാണ് വ്യാഴം നൽകുവാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ സമയം മിഥുനക്കൂറിൽ ജനിച്ച മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്ക് നല്ല ദശാപഹാര സമയം കൂടിയാണ് നടക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരും. ദോഷപ്രദമായ ദശാപഹാര സമയം നടക്കുന്നവർക്ക് ഈ ഗുണഫലങ്ങൾ ഭാഗികമായ അനുഭവത്തിൽ വരികയുള്ളൂ. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ വ്യാഴാഷ്ടവർഗത്തിൽ 5 അതിലധികമോ അക്ഷങ്ങൾ ഉണ്ടെങ്കിലും വ്യാഴം ഇഷ്ടസ്ഥാനാധിപത്യത്തോടുകൂടി ഇഷ്ടഭാവത്തിൽ ബലവാനായാണ് നിൽക്കുന്നതെങ്കിലും മേൽപ്പറഞ്ഞ ശ്രേഷ്ഠഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരും. ചുരുക്കത്തിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സമയമാണ് 11/8/2026 മുതൽ 30/10/2026 വരെയും അതിനുശേഷം 25/1/2027 മുതൽ 6/5/2027 വരെയും വരാൻ പോകുന്നത്. അതിനാൽ ഇവർ വ്യാഴത്തെ കൊണ്ട് ഇതുവരെയും നല്ല ഫലങ്ങളൊന്നും തന്നെ അനുഭവത്തിൽ വന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യമില്ല. മേൽപ്പറഞ്ഞ സമയം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുമെന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും വിശ്വസിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.